ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ്. അതിനായിട്ട് ഇതുപോലെയുള്ള 2-3 പ്ലാസ്റ്റിക് ബോട്ടിൽ ആവശ്യമാണ്. ഇത് ആദ്യത്തേത് ഞാൻ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അതിൻ്റെ ചെറിയ ഒരു ബോട്ടിൽ എടുക്കുക. അതിനെക്കാട്ടിലും വീതി കുറവുള്ള ഒരു ബോട്ടിലും കൂടി എടുക്കണേ. ഇതിൻ്റെ അടിഭാഗവും മുകൾ ഭാഗവും കട്ട് ചെയ്ത് കളയണേ. 2 സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇത് 3 ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു കമ്പി വെച്ച് ചൂടാക്കിയ ശേഷം ഇതിൽ മുഴുവൻ ഓട്ടയിട്ട് കൊടുക്കണേ. 2-3 നിരയായിട്ട് തന്നെ ഓട്ടയിട്ട് കൊടുക്കാവേ. കമ്പി നല്ല ചൂടാക്കുമ്പോൾ പെട്ടെന്ന് ഓട്ടയിടാൻ പറ്റുവേ. ഇതുപോലെ ഞാൻ ഇതുപോലെ ഓട്ടയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനും ഓട്ടയിട്ട് എടുക്കാവേ. ഞാൻ ആ പച്ചക്കുപ്പി മാറ്റിയിട്ട് അതുപോലെ തന്നെ വെള്ള കളറുള്ള ഒരു കുപ്പി എടുത്ത്, പച്ചക്കുപ്പി കുറച്ച് ഭംഗി കുറവ് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ സാധാ വെള്ളക്കുപ്പി തന്നെ അതിനേക്കാട്ടിലും ചെറിയ ഒരു കുപ്പി ഇതുപോലെ കട്ട് ചെയ്ത് ഓട്ടയാക്കി എടുത്തേ. ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടിയിലോട്ട് ഇതുപോലെ നിറച്ച് നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാവേ. ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ഈ വലിയ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഇത് ഇങ്ങോട്ട് കയറ്റി വെക്കാവേ ഇതിലോട്ട്. ഇനി നമുക്ക് അതിൽ നിറച്ച് മണ്ണ് നിറച്ച് കൊടുക്കാവേ. ഇതുപോലെ നിറച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് അതിനേക്കാൾ ചെറിയ ബോട്ടിൽ അതിൻ്റെ മുകളിലായി ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിലും നിറച്ച് നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാവേ. ഇതുപോലെ ഇത് മുഴുവൻ ഫില്ലാക്കി കൊടുക്കണേ. ഇനി നമുക്ക് അതിനേക്കാട്ടിലും ചെറിയ ഒരു ബോട്ടിലും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണേ. ഇത് കണ്ടില്ലേ, ഇതിപ്പം ഏകദേശം ഒരു ടവർ പോലെ നല്ല ഹൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടും നിറച്ച് മണ്ണ് നിറച്ച് കൊടുക്കണേ. നല്ല ഫില്ലാക്കി തന്നെ നമ്മൾ ഇതിനകത്ത് മണ്ണ് നിറച്ച് കൊടുക്കണേ. ഇത് 3 ബോട്ടിലും ഇതുപോലെ വെച്ച് മണ്ണ് നിറച്ച് കൊടുത്ത ശേഷം നമുക്ക് വേണ്ടത് 10 മണി ചെടിയാണ്. 10 മണിയുടെ ഏത് ടൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാവേ. ഞാൻ ഈ ടൈപ്പാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് സാധാ 10 മണിയേ ഉള്ളെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാവേ. എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടും ഇപ്പോൾ പ്രൂണിങ് ടൈം ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ 10 മണി ചെടി നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ടല്ലോ. അപ്പം ആ കട്ട് ചെയ്യുന്നതൊക്കെ വെച്ച് ഇതുപോലെയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുവേ. ഇതുപോലെ ഓരോ തണ്ടും കട്ട് ചെയ്ത ശേഷം ചട്ടിയിലോട്ട് ആദ്യം കുറച്ച് തണ്ടുകൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണേ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ മതി. വലിയ പീസൊന്നും നടണമെന്നില്ല. ഒരു ചെറിയ കമ്പ് നട്ടാൽ തന്നെ നമ്മുടെ 10 മണിച്ചെടി അത്യാവശ്യം നല്ല രീതിയിൽ കിളുത്ത് വരുവേ. ചെറിയ കമ്പ് നടുന്നതാണ് കൂടുതൽ നല്ലത്. നല്ല തളിരിലകൾ പെട്ടെന്ന് തന്നെ 10 മണിച്ചെടികളിൽ കിളുക്കുവേ. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കമ്പാക്കി കട്ട് ചെയ്ത ശേഷം ഓരോ ഓട്ടയിലും ഇതുപോലെ കുത്തി കൊടുക്കണേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കുത്തി കൊടുക്കാം. ഇതുപോലെയുള്ള ടവറൊക്കെ തയ്യാറാക്കണമെങ്കിൽ അത്യാവശ്യം നല്ല 10 മണി തണ്ടുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം ഈ 3 ബോട്ടിലിൽ നിറച്ച് ഫില്ല് ചെയ്ത് നമുക്ക് കുത്തി കൊടുക്കണമല്ലോ. അന്നിപ്പോൾ അത്യാവശ്യം നല്ല 10 മണിച്ചെടി കഷ്ണങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കാണാൻ നല്ല ടവർ പോലെ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോഴല്ല ഇതിൻ്റെ ശരിക്കുമുള്ള ഭംഗി അറിയണമെങ്കിൽ ഇത് അത്യാവശ്യം നല്ല വളർന്ന ഫ്ലവറൊക്കെ ആയി വരണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നല്ല ഫ്ലവറൊക്കെ വന്ന് മുഴുവനായി തിങ്ങി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇത് ഞാനിപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാവേ. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാവേ. താങ്ക്സ് ഫോർ വാച്ചിങ്.